ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു സംഘം പുരുഷന്മാരും അവരുടെ കൂടെ ഒരു സ്ത്രീയുണ്ട്. ഇവരിപ്പോൾ നിൽക്കുന്നത് ഒരു നദിയുടെ കരയിലാണ്. അവർക്ക് ആ നദി മുറിച്ചു കടക്കണം. എന്നാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലെ ആ ഒരു പെൺകുട്ടി നദിയുടെ ചില ഭാഗത്ത് വെള്ളം ഐസായി കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അതിന് മുകളിലൂടെ വളരെ വേഗത്തിൽ ഓടുകയാണ്. ഓടുന്നതിനിടയിൽ പല തവണ അവൾ തെന്നി വീഴുന്നുണ്ട്. ഇത് കണ്ട് ബാക്കിയുള്ളവരും അവളുടെ കൂടെ ഓടുകയാണ്. അങ്ങനെ അവസാനം ആ നദിയുടെ അപ്പുറത്തേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞു. സാഹസികമായിട്ടുള്ള അവരുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ ഇവരിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഒരു മരുഭൂമിയിലാണ്. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്നത് കാലിലൂടെ എന്തോ ഒന്ന് അരിക്കുന്നത് പോലെ തോന്നിയിട്ടാണ്. എഴുന്നേറ്റ് നോക്കിയപ്പോൾ അയാൾ കാണുന്നത് ഒരു പാമ്പിനെയായിരുന്നു. എന്നാൽ ഭയക്കാതെ ആ പാമ്പ് എങ്ങോട്ടേക്കാണോ പോകുന്നത് അതിന്റെ പിന്നാലെ ഇയാൾ ചെല്ലുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു തുള്ളി വെള്ളമില്ലാത്ത ആ മരുഭൂമിയിൽ ചെറിയൊരു വെള്ളക്കെട്ട് കാണുകയാണ്. ഇത് കണ്ട് ആ മനുഷ്യൻ വിളിച്ചു കൂവുകയാണ്. ബാക്കിയുള്ള എല്ലാവരും ഓടി വരുന്നുണ്ട്. ചേറ് പോലെയുള്ള ആ വെള്ളം ഇവരെല്ലാവരും ആർത്തിയോടുകൂടെ കുടിക്കുകയാണ്. അല്ല, ഇവരൊക്കെ ആരാണ്? ഇത്രയും സാഹസികമായിട്ട് ദുരിതം പിടിച്ച ഈ ഒരു യാത്രയ്ക്കായിട്ട് ഇവരെന്തിനാണ് ഇറങ്ങി തിരിച്ചത്? ഈ യാത്രയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ച ഓരോ ആൾക്കാർക്കും ഓരോ കഥ പറയാനുണ്ട്. ചില സമയത്ത് ഇവർ നമ്മളെ കരയിപ്പിച്ചു കളയും. കഥയുടെ ചില സമയത്ത് ഇവർ നമ്മളെ ത്രില്ലടിപ്പിച്ചു കളയും. എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്ന് നേരെ കഥയിലേക്ക് പോയി തന്നെ മനസ്സിലാക്കാം. അപ്പൊ പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. വർഷം 1924 സെപ്റ്റംബർ മാസം. പോളണ്ട് എന്ന രാജ്യത്തെ രണ്ട് ഭാഗത്തു നിന്നും ജർമ്മനിയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും ആക്രമിക്കുകയാണ്. ഒരേ സമയം രണ്ട് ഭാഗത്തു നിന്നും അറ്റാക്ക് വന്ന സമയത്ത് ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് പേര് മരണപ്പെട്ടു. ഒരുപാട് സൈനികർ ജർമ്മൻ പട്ടാളത്തിന്റെയും സോവിയറ്റ് യൂണിയൻ പട്ടാളത്തിന്റെയും കീഴിലായി, തടവിലായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സോവിയറ്റ് യൂണിയൻ അറസ്റ്റ് ചെയ്ത ഒരു പട്ടാളക്കാരനാണ് മാത്യൂസ്. ശരിക്കും കഥയിലെ കഥാപാത്രത്തിന്റെ പേര് മറ്റൊന്നാണ്, പക്ഷേ പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തൽക്കാലം നമുക്ക് അവനെ മാത്യൂസ് എന്ന് വിളിക്കാം. അങ്ങനെ മാത്യൂസിനെ സോവിയറ്റ് യൂണിയന്റെ രഹസ്യ പോലീസ് സംഘടന ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ ഒരു കുറ്റവും അവൻ സമ്മതിക്കുന്നില്ല. എന്നാൽ അവനെതിരെ സാക്ഷി പറയാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, അവന്റെ ഭാര്യ തന്നെയായിരുന്നു. കരഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീ പറയാണ്, എന്റെ ഭർത്താവ് സ്റ്റാലിനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിനും എതിരാണ്. ശത്രുരാജ്യത്തിന് വേണ്ടിയിട്ട് ചാരപ്പണിയും അവൻ ചെയ്യാറുണ്ട് എന്ന് മാത്യൂസിനെ നോക്കി അവന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് പറയാണ് കേട്ടോ. പിന്നീട് ആ ഒരു സ്ത്രീ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ മാത്യൂസിന് മനസ്സിലായി അവളെ ക്രൂരമായി പീഡിപ്പിച്ചു തന്നെയാണ് അവളെ കൊണ്ട് സോവിയറ്റ് യൂണിയൻ പട്ടാളക്കാർ ഇങ്ങനെ സാക്ഷി പറയിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം 25 വർഷത്തെ കഠിന തടവാണ് മാത്യൂസിന് കിട്ടിയത്. പിന്നീട് അവനെ കൊണ്ടുപോകുന്നത് സൈബീരിയയിലെ മഞ്ഞ മരുഭൂമിയിലെ ഒരു ജയിലിലേക്കാണ്. അത് വെറും ഒരു ജയിലല്ല, സത്യത്തിൽ അതൊരു ലേബർ ക്യാമ്പായിരുന്നു. കൊണ്ടുവരുന്ന ജയിൽ കുറ്റവാളികളെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കുന്ന ഒരു ലേബർ ക്യാമ്പ്. അങ്ങനെ പുതിയ ബാച്ചിലെ കുറ്റവാളികൾ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് അവിടുത്തെ കമാൻഡർ വന്നിട്ട് ഇവരോടൊരു കാര്യം പറയാണ്, ഒരാൾ പോലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം എന്ന് വിചാരിക്കേണ്ട. കാരണം ഇവിടുത്തെ നിങ്ങളുടെ എതിരാളി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രകൃതിയാണ്. ഈ മഞ്ഞും മലയും കാടും താണ്ടി ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടാവും. അവര് നിങ്ങളെ വേട്ടയാടി കൊന്നുകളഞ്ഞ് നിങ്ങളുടെ ശവം ഇവിടെ അവർ കൊണ്ടുതരും. അങ്ങനെ അവർ കൊണ്ടുതന്നാൽ അവർക്ക് ഞങ്ങൾ ഒരു സമ്മാനം നൽകും. അതിനുവേണ്ടി അവർ നിങ്ങളെ വേട്ടയാടും. അതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് സ്വപ്നത്തിൽ പോലും നിങ്ങൾ കരുതേണ്ട കേട്ടോ. പിന്നീട് നമ്മുടെ മാത്യൂസ് അടക്കം പുതിയ ബാച്ചിലെ എല്ലാ കുറ്റവാളികളും അവർക്ക് കിട്ടിയ സ്ഥലത്തിലേക്ക് പോവാണ്. അതുപോലെ തന്നെ അവരുടെ തല മുഴുവനായിട്ട് മൊട്ടയടിച്ചു വിടുന്നു. പിന്നീട് ഇവർക്ക് ധരിക്കാനായിട്ട് കമ്പിളി വസ്ത്രങ്ങൾ നൽകുകയാണ്. കാരണം ഇത്ര തണുപ്പത്ത് അതില്ലാതെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ രാത്രി ഭക്ഷണത്തിനായിട്ട് എല്ലാവരും വരിവരിയായി നിൽക്കുകയാണ്. ആ സമയത്താണ് മാത്യൂസ് ഒരു കാര്യം കാണുന്നത്. വൃദ്ധനായിട്ടുള്ള ഒരാള് ഈ ഓവുചാലുണ്ടല്ലോ അതിലൂടെ വരുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ വാരി വലിച്ചു കഴിക്കുകയാണ്. കാരണം ഇവിടുന്ന് കൊടുക്കുന്ന ഭക്ഷണം ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ മാത്രമൊന്നും കിട്ടില്ല. ഇതേ നേരം മാത്യൂസിന്റെ മുന്നിൽ പോയ ഒരാള് സ്മിത്ത്, ഒരു അമേരിക്കക്കാരനാണ്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡിന്റെ കഷ്ണം താഴേക്ക് വീണ് പോകുന്നുണ്ട്. അത് കണ്ടപാട് തന്നെ ആ ഒരു വൃദ്ധൻ പാഞ്ഞു വന്ന് അത് എടുക്കാൻ നോക്കുമ്പോൾ സ്മിത്ത് വേഗം തന്നെ ആ ഒരു വൃദ്ധനെ തള്ളി മാറ്റി ആ ബ്രെഡ് അയാൾക്ക് കൊടുക്കാതെ എടുത്തു പോവാണ്. ഇത് കണ്ട് സങ്കടം തോന്നിയ മാത്യൂസ് അവന് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു വിഹിതം ആ ഒരു വൃദ്ധന് കൊടുക്കുകയാണ്. ഇത് കണ്ട അമേരിക്കക്കാരനായ ഈ സ്മിത്ത് പറയാണ്, കരുണയ്ക്ക് നല്ലതാണ്, പക്ഷെ ഇവിടെ വെച്ച് നീ ആരോടെങ്കിലും കരുണ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഈ സമയത്താണ് മാത്യൂസിന്റെ അടുത്തേക്ക് മറ്റൊരാൾ വരുന്നത്. ഇയാളുടെ പേര് ആൻഡ്രേ കബോറ എന്നാണ്. അയാളെ കുറിച്ച് പറയുന്നുണ്ട്, അയാൾ ഒരു ഫിലിം ആക്ടറായിരുന്നു. അയാൾ അഭിനയിച്ചൊരു സിനിമയിൽ സ്റ്റാലിൻ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ സിനിമയും വിലക്കി അതിൽ അഭിനയിച്ച ഇയാളെയും അറസ്റ്റ് ചെയ്തു. പിന്നീട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്യൂസും അതുപോലെ തന്നെ കബോറയും നേരെ അവർക്ക് കിടക്കാൻ കൊടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എന്നാൽ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ ഇടുങ്ങിയ സൗകര്യത്തിൽ വേണം ഇവർ ഇനി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇവിടെ തടവുകാർ രണ്ട് ടൈപ്പാണ്. ഒന്ന്
ക്രിമിനൽസ്, രണ്ടാമത്തേത് രാഷ്ട്രീയ തടവുകാരാണ്. ശരിക്കും ഇവിടെ കൂടുതൽ സ്വാതന്ത്ര്യം ക്രിമിനൽസിനാണ്. കാരണം ഈ രാഷ്ട്രീയ തടവുകാരെ കാണുന്നത് രാജ്യദ്രോഹികളായിട്ടാണ്. എന്തായാലും ആ ക്രിമിനൽസിന്റെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്. അവന്റെ പേരാണ് വാൽക്ക. വാൽക്കയും വേറെ കുറച്ച് ക്രിമിനൽസും കൂടെ അവിടെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങളും പന്തയം വെച്ചാണ് ഈ ചീട്ട് കളിക്കുന്നത്. അങ്ങനെ കളിയിൽ എല്ലാം തോറ്റ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും സിഗരറ്റും ഇതെല്ലാം തീരുകയാണ്. ഇനി പന്തയം വെക്കാനായിട്ട് ഒന്നുമില്ല. അപ്പൊ അതിലൂടെ പോയ ഒരു പാവപ്പെട്ട ഒരാളോട് ചോദിക്കുകയാണ്, നിന്റെ സട്ടറിങ് ഊരി തന്നേക്കുന്നത്. എന്നാൽ ആ ചെറുപ്പക്കാരൻ പറയണ, ഇല്ല, ഈ തണുപ്പത്ത് ഈ സട്ടർ ഊരിയാൽ ഞാൻ തണുത്ത് മരിച്ചു പോകുന്നു പറയണം. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന വാൽക്ക ചാടി എഴുന്നേറ്റ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ആ ചെറുപ്പക്കാരനെ കുത്തി കൊന്നുകളയാണ്. ഇത് കണ്ട ഒരാൾ പോലും വാൽക്കയോട് അത് ചോദിക്കാൻ വരുന്നില്ല കേട്ടോ. കാരണം എല്ലാവർക്കും അവനെ പേടിയാണ്. അങ്ങനെ പിറ്റേ ദിവസം തടവുകാരെല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മാത്യൂസ് ഒരു 3 പേരെ പരിചയപ്പെട്ടു. ഒരാളുടെ പേര് തോമസ്, ആളൊരു ചിത്രകാരനാണ്. പിന്നെ മറ്റൊരാൾ വോസ്, പിന്നെ മറ്റൊരാൾ സൊറാന്. ഇവരുമായിട്ട് മാത്യൂസ് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ രാത്രിയായ സമയത്ത് മാത്യൂസിനെ കണ്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ കബോറ വരികയാണ്. അതായത് ജയിൽ ചാടുന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് കബോറ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വഴി ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിവരങ്ങൾ വെച്ചാണ് ജയിൽ ചാടാൻ പോകുന്നത്. എന്നാൽ അത് അത്ര എളുപ്പമല്ല. ഈ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ സോവിയറ്റ് യൂണിയന്റെ പട്ടാളക്കാർ ഒരുപാടുണ്ടാവും. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജർമ്മൻസും ഉണ്ടാവും. സോ ഇവർക്ക് പോകേണ്ടത് തെക്ക് ഭാഗത്തേക്കാണ്. തെക്ക് ഭാഗത്തേക്ക് ഏകദേശം ഒരു 500 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നദിയുണ്ട്. ഒരു വലിയ നദിയാണ്. അതിന്റെ പേര് ബേക്കൽ എന്നാണ്. ആ ഒരു നദിയും കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇവർ മംഗോളിയയിലേക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറെയൊക്കെ സേഫ് ആണ്. പക്ഷെ അത്രയും ദൂരം യാത്ര ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഭക്ഷണം ഇവരുടെ കയ്യിൽ വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന കോട്ടയിലെ സിഗരറ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് പരമാവധി ഭക്ഷണം ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ മാത്യൂസും അതുപോലെ തന്നെ കബോറയും തീരുമാനിക്കുകയാണ്. പിന്നീട് മാത്യു ഈ കാര്യങ്ങൾ അവന്റെ സുഹൃത്തുക്കളായിട്ടുള്ള തോമസിനോടും സെറാനോടും വോസിനോടും പറയുന്നുണ്ട്. ഇതിനുശേഷം ഇവരെല്ലാവരും ഭക്ഷണങ്ങൾ ശേഖരിച്ചു വെക്കാൻ തുടങ്ങുകയാണ്. ഇവർക്ക് കിട്ടുന്ന സിഗരറ്റ് അത് മറിച്ചു കൊടുത്ത് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങി ആരും കാണാതെ എടുത്തു വെക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകണം. ഒരു ദിവസം പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കരമായ മഞ്ഞുകാറ്റടിക്കുകയാണ്. അതിന്റെ ആ ഒരു തണുപ്പ് തട്ടി കുറെ ആൾക്കാരൊക്കെ മരവിച്ച് കുഴഞ്ഞു വീഴുന്നുണ്ട്. ഇത് കണ്ട അമേരിക്കക്കാരനായ സ്മിത്ത് കമാൻഡറോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ കാറ്റ് കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ ഉറപ്പായിട്ടും എല്ലാവരും മരിക്കും. ഏറ്റവും നല്ലത് ആ കാട്ടിലേക്ക് കയറി നിൽക്കുന്നതാ. എന്നാൽ ഈ കമാൻഡർ പറയണത്, നീ ആരാടാ എന്നോട് പറയാൻ? ആവശ്യമില്ലാതെ സംസാരിക്കാൻ നിന്നാൽ ഇതിലെ ഉണ്ട നിന്റെ തലയിലേക്ക് കയറും. എന്നാൽ അവിടെ വെച്ച് സ്മിത്തിനൊരു കാര്യം മനസ്സിലായി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തണുത്ത് മരവിച്ച് മരിച്ചു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം. നേരെ ഈ കമാൻഡർ പറയുന്നതും കേൾക്കാതെ അവൻ നേരെ ആ കാട്ടിലേക്ക് നടക്കുകയാണ്. ഇനിയിപ്പോൾ അയാൾ വെടിവെക്കുകയാണെങ്കിൽ വെടിവെക്കട്ടെ എന്ന് വിചാരിച്ചാണ് സ്മിത്ത് പോകുന്നത്. ഇപ്പൊ സ്മിത്തിന് വെടിവെക്കാനായിട്ട് കമാൻഡർ ഗണ്ണെടുത്ത സമയത്ത് അയാൾക്ക് തന്നെ തോന്നി അവൻ പറഞ്ഞത് ശരിയാ. അങ്ങനെ എല്ലാവരോടും കാടിന്റെ ആ ഒരു ഭാഗത്തേക്ക് കയറി നിൽക്കാൻ വേണ്ടി പറയണം. എല്ലാവരും വേഗം തന്നെ ചെറിയ ചെറിയ കമ്പുകൾ, തുണിക്കഷ്ണങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് ചെറിയ ചെറിയ കൂടാരങ്ങൾ ഉണ്ടാക്കുകയാണ് തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്. അങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട്. മാത്യു, അതുപോലെ തന്നെ സ്മിത്ത്, തോമസ്, വോസ്, സൊറാൻ, പിന്നെ അവരുടെ കൂടെ കസീക് എന്നൊരു പയ്യനുണ്ട്. ഈ പയ്യനൊരു പ്രശ്നമുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവന് കണ്ണ് കാണില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ട്. ഇവരെല്ലാവരും കുറച്ചു നേരം അവിടെ ഇരിക്കുകയാണ്. മാത്രമല്ല ഇവർക്കിടയിലുള്ള ഒരു സൗഹൃദം കുറച്ചുകൂടെ വളരുകയാണ്. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ഇന്ന് മാത്യുവിനും അതുപോലെ തന്നെ സ്മിത്തിനും ജോലി കിട്ടിയിരിക്കുന്നത് ഒരു ഖനിയിലാണ്. ഇവർ നേരെ ആ ഒരു ഖനിയിലേക്ക് പോവാണ്. എന്നാൽ വളരെ കഠിനമായിരുന്നു അവിടുത്തെ ആ ഒരു ജോലി. ഇടുങ്ങിയ വഴികളും ശ്വാസം മര്യാദക്ക് എടുക്കാൻ പറ്റാത്ത ഓരോ അറകളും. അവിടെ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മാത്യുവിന് വല്ലാതെ തളർച്ച തോന്നുകയാണ്. കഷ്ടപ്പെട്ടാണ് അവനും സ്മിത്തും എല്ലാവരും പണിയെടുക്കുന്നത്. ഇപ്പൊ ശ്വസിക്കാൻ പോലും കഴിയാതെ തല കറങ്ങിയ അവൻ ആ വാതിൽക്കിലേക്ക് വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ തല കറങ്ങി അവിടെ വീഴുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു ഖനിയുടെ വാതിൽ അവന്റെ വീടിന്റെ വാതിൽ പോലെ അവന് തോന്നുകയാണ്. അവൻ നേരെ അതിന് നേരെ കൈ ചൂണ്ടുന്നുണ്ട്. ആ വാതിൽ തുറക്കാൻ നോക്കുകയാണ്. എന്നാൽ അപ്പോഴങ്ങോട്ടേക്കോ തൂക്കുമായിട്ട് ഒരു പട്ടാളക്കാരൻ വന്നിട്ട് അവനോട് ഉള്ളിലേക്ക് തിരിച്ചു പോകാൻ പറയാം. ഇത് കണ്ട സ്മിത്ത് വേഗം തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് മാത്യുവിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ സ്വബോധമില്ലാതെ മാത്യു പറയണേ, എനിക്ക് എന്റെ വീട്ടിൽ പോകണം. എന്നാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് സ്മിത്ത് പറയാണ്. ഈ സമയത്ത് മാത്യു അവർ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്ന ഒരു പ്ലാനിനെ കുറിച്ച് സ്മിത്തിനോട് പറയുന്നുണ്ട്. അല്ല, ആരാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയെന്ന് സ്മിത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ മാത്യു പറയാണ്, കബോറ. കബോറയല്ലേ? ഇവിടെ വരുന്ന പുതിയ എല്ലാ ആൾക്കാരോടും അവൻ ഈ കാര്യം പറയാറുണ്ട്. എന്നോടും അവൻ ഈ ഒരു കാര്യം പറഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും നടക്കാൻ പോകുന്നില്ല. എനിക്കാണെങ്കിൽ അതിന് താല്പര്യമില്ല. പിന്നീട് സ്മിത്ത് അവന്റെ തീരുമാനം മാറ്റുകയാണ്. ശരി മാത്യു, ഞാൻ നിന്റെ കൂടെ വരാന്ന് പറയണം. അപ്പൊ മാത്യു ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് നിന്റെ തീരുമാനം മാറ്റിയെന്ന്. അപ്പൊ സ്മിത്ത് പറയാണ്, ഇത്രയും കാലമായിട്ട് ഈ ജയിലിൽ വന്നിട്ട് ഒരു ഇച്ചിരി കരുണയുള്ള ആളെ ഞാൻ ഇപ്പോഴാ കണ്ടത്. ഞാൻ എവിടെയെങ്കിലും വീണു പോയാൽ നീ എന്നെ അവിടെ ഇട്ടിട്ട് പോയില്ല എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ വരുന്നതെന്ന് പറയാം. എന്തായാലും അതിനുശേഷം സ്മിത്തും ഇവരുടെ ആ ഒരു ടീമിൽ ജോയിൻ ചെയ്ത് പതിയെ അവനും ഭക്ഷണങ്ങൾ ശേഖരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒരു ദിവസം രാത്രി കബോറോ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മാത്യു വന്നിട്ട് അയാൾ വിളിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ നമുക്ക് പോകണമെന്ന് പറയാണ്. കാരണം
നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു മഞ്ഞിലൂടെ നടന്നു പോയാലും നമ്മുടെ കാൽപ്പാടുകൾ കാണാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ മഞ്ഞ് വന്ന് ആ കാൽപ്പാടുകൾ മൂടിക്കളയും. ഇവർ രണ്ടുപേരും ഈ സംസാരിക്കുന്ന കാര്യം ആര് കാണുന്നുണ്ട്? ക്രിമിനൽ ആയിട്ടുള്ള വാൽക്ക് കാണുകയാണ്. അവൻ എന്തൊക്കെയോ ചില സംശയങ്ങളും തോന്നിയിട്ടുണ്ട്. എന്തായാലും മാത്യു വേഗം തന്നെ കബോറയും കൂട്ടി ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോവാണ്. രക്ഷപ്പെടാനുള്ള ആ ഒരു ഭക്ഷണവും കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്നാൽ അധിക ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രകാരനായിട്ടുള്ള തോമസ് വരച്ച ചില സ്ത്രീകളുടെ ചിത്രങ്ങളും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റും കാര്യങ്ങളും ബാക്കിയുള്ള തടവുകാർക്ക് കൊടുത്ത് കുറച്ചുകൂടെ ഫുഡുകൾ ഇവർ ശേഖരിക്കുകയാണ്. അതുപോലെ ജയിലിന് ചുറ്റും ഇലക്ട്രിക്കൽ കമ്പികളുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്ന പവർ സപ്ലൈ ഓഫ് ആക്കണം. അർദ്ധരാത്രി ആയി കഴിയുമ്പോൾ ജനറേറ്റർ ഓഫ് ആക്കി അത് മുറിച്ച് രക്ഷപ്പെടാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഉറങ്ങുന്നത് പോലെ ഇവരെല്ലാവരും അഭിനയിക്കുന്നുണ്ട്. രാത്രിയായിട്ടാണ്. ഈ നേരത്ത് പെട്ടെന്നാണ് മാത്യുവിന്റെ അടുത്തേക്ക് വാൽക്ക് വരുന്നത്. അവന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയാണ്, എനിക്കറിയാം ഇന്ന് നിങ്ങൾ ജയിൽ ചാടാൻ പോവാണെന്ന്, എന്നെയും കൂടെ കൂട്ടണം, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. പന്തയം വെച്ച് ഇവർക്കെല്ലാം ഞാൻ ഒരുപാട് കൊടുക്കാനുണ്ട്. ഇനിയും ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്രിമിനൽസ് അവരെന്നെ കൊന്നുകളയും. എന്നാൽ ഈ വാൽക്കയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി മാത്യൂസ് കണ്ട് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഒരു മൂർച്ചയുള്ള കത്തി അത് ഇവരുടെ കൂടെയുള്ള ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അവനെയും കൂട്ടാന്ന് സമ്മതിക്കുക. അങ്ങനെ രാത്രിയായി ഇവർ ആ ഒരു പവർ സപ്ലൈ ഓഫ് ആക്കുകയാണ്. എന്നിട്ട് ആ ഒരു മുള്ളു കമ്പികൾ മുറിച്ചുകൊണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ശബ്ദം കേട്ട കാവൽക്കാർ പട്ടികളുമായിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ശക്തമായ മഞ്ഞുകാറ്റ് വീശുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും നോക്കാതെ മാത്യൂസും അവന്റെ കൂടെയുള്ള എല്ലാവരും തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കാട്ടിലേക്ക് ഓടി കയറുന്നുണ്ട്. മഞ്ഞിൽ അവരുടെ കാൽപ്പാട് കാണാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ പിന്നാലെ ഇപ്പൊ കാവൽക്കാർക്ക് വരാൻ കഴിയുന്നില്ല. കുറെ ദൂരം ഓടിപ്പോയിട്ട് ഇവര് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ആൻഡ്രേ കബോറ, അവനെ കാണാനില്ല. തിരക്ക് പിടിച്ച് അവിടുന്ന് ഓടി വന്നപ്പോ ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെന്ന് നോക്കാനൊന്നും പറ്റിയില്ല. അതായത് വരുന്ന വഴിക്ക് എവിടെയോ കബോറ മിസ്സായി പോയിട്ടുണ്ട്. ഈ പ്ലാൻ എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവന് മാത്രം പുറത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ശക്തമായ മഞ്ഞുകാറ്റിലൂടെ ഓടാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. അപ്പൊ ആ ഒരു കൂട്ടത്തിലെ ഒരാൾ ചോദിക്കുന്നുണ്ട്, നമുക്കിവിടെ ചെറിയൊരു ടെന്റ് അടിച്ച് ഇന്ന് ഇവിടെ നിൽക്കുകയല്ലേ, നാളെ പോയേ പോരെ. എന്നാൽ മാത്യു അതിന് സമ്മതിച്ചില്ല കേട്ടോ. കാരണം കാറ്റ് ഒതുങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും കാവൽക്കാർ ഇങ്ങോട്ടേക്ക് എത്തും. നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് ഒരു ഗ്യാപ്പ് കിട്ടുക ഇതേ കാറ്റിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ്. എന്നാൽ ആ കാറ്റടിച്ച് അവരുടെ മുഖവും കൈയും കാലെല്ലാം മരവിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് മാത്യുവിന് ഒരു ഐഡിയ തോന്നുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളുടെ തോലി കീറിയെടുത്ത് അതിൽ ചെറിയ ഹോൾ ഉണ്ടാക്കി അത് മുഖത്തൊരു മുഖംമൂടി പോലെ വെച്ച് അവർ ആ ഒരു കാറ്റിലൂടെ മുന്നോട്ടേക്ക് പോവാണ്. നേരം വെളുക്കുന്നത് വരെ അവർ ഓടിക്കൊണ്ടേയിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു മഞ്ഞ് കാറ്റ് ഒതുങ്ങുകയാണ്. ഇപ്പൊ ഏകദേശം 30 കിലോമീറ്ററോളം ഇവർ വന്നു കഴിഞ്ഞു. പിന്നീട് അവർ വിശ്രമിക്കുകയാണ്. അവർ കൊണ്ടുവന്ന ആ ഒരു ഭക്ഷണം എല്ലാവരും എടുക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയത്താണ് മാത്യു ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഇവരുടെ കൂടെ വന്ന വാൽക്കയുണ്ടല്ലോ, അവൻ ഇട്ടിരിക്കുന്നത് കബോറയുടെ ആ ഒരു കോട്ടാണ്. മാത്രമല്ല എല്ലാവരെയും പോലെ ഇപ്പൊ വാൽക്കയുടെ കയ്യിലും ഭക്ഷണം ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ പദ്ധതിയെ കുറിച്ച് യാതൊന്നും അറിയാത്ത വാൽക്ക അവന്റെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും ഫുഡ് വന്നത്? മിക്കവാറും കബോറയുടെ കയ്യിൽ നിന്നും ഇവൻ അത് മോഷ്ടിച്ചതായിരിക്കണം. എന്നാൽ അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് വാൽക്ക അത് സമ്മതിക്കുന്നില്ല. അതായത് കബോറ അത് അവനിക്ക് കൊടുത്തതാണെന്നാ പറയുന്നത്. എന്തായാലും ഇവിടെ വെച്ച് തർക്കിക്കാനായിട്ട് മാത്യു നിന്നില്ല കേട്ടോ. കാരണം അതിനുള്ള സമയം ഇവർക്കില്ലായിരുന്നു. പിന്നീട് വീണ്ടും അവർ നടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. മുന്നോട്ടേക്ക് പോകും തോറും അവർ അവശരാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കടന്നു പോവാണ്. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ തീരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്യു പോകുന്ന ദിശ അത് കറക്റ്റ് അല്ലേ നോക്കുകയാണ്. കാരണം തെക്ക് ഭാഗത്തേക്കാണ് ഇവർക്ക് പോകേണ്ടത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, കെണി വെച്ച് നമുക്ക് മൃഗങ്ങളെ പിടിച്ചാലോ എന്ന്. എന്നാൽ മാത്യു പറയാണ്, അതിനുള്ള സമയം നമുക്കില്ല. കാരണം കെണി വെച്ച് മൃഗങ്ങൾ വീഴുന്നത് നോക്കി കാത്തിരിക്കേണ്ടേ, അത് പറ്റില്ല. എങ്ങനെയെങ്കിലും മുന്നോട്ടേക്ക് പോയി നമ്മൾ ആ ഒരു തടാകത്തിന്റെ അടുത്തേക്ക് എത്തണം. അതിന് ഏകദേശം 4 ആഴ്ചയോളം വരും. നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ രാത്രിയായപ്പോൾ തീ കത്തിക്കാനായിട്ട് കുറച്ച് വിറകുകൾ എടുക്കാൻ വേണ്ടി വോസും അതുപോലെ തന്നെ കസീഗ എന്ന് പറഞ്ഞ ഒരു പയ്യനും കൂടെ കാട്ടിലേക്ക് പോവാണ്. വോസ് കുറച്ച് വിറകുകളൊക്കെ ശേഖരിച്ചു. ബാക്കിയുള്ള അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കസീഗ് ആണെങ്കിൽ വഴി അറിയാതെ കാടിനുള്ളിൽ വെച്ച് വട്ടം ചുറ്റുമായിരുന്നു. കാരണം ചെറുതായിട്ട് നേരം ഇരുട്ടി. അവനാണെങ്കിൽ രാത്രിയായാൽ കണ്ണ് കാണാൻ കഴിയില്ലല്ലോ. വഴി അറിയാതെ എങ്ങോട്ടേക്കോ അവൻ നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെ അവൻ ഉറക്കനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ആ കാറ്റത്ത് അവന്റെ ശബ്ദം ആരും കേട്ടില്ല. പിന്നെ കസീഗ വിചാരിക്കുകയാണ്, ഇവിടെ ഇരിക്കാം, അവരെന്തായാലും തേടി വരാതിരിക്കില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. കസീഗിനെ തേടി ബാക്കിയുള്ള എല്ലാവരും വന്നു. എന്നാൽ കാട്ടിലേക്ക് വന്ന് ഇവരെല്ലാവരും ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. അതായത് തണുപ്പത്ത് മരവിച്ച് മരിച്ചു കിടക്കുന്ന കസീഗ്. എല്ലാവർക്കും ഭയങ്കരമായി വിഷമാവുന്നുണ്ട്. എന്തായാലും അവന്റെ മൃതദേഹം അവിടെ തന്നെ അടക്കം ചെയ്ത് അവര് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ അതിനുശേഷം ഏകദേശം 16 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ മഞ്ഞൊക്കെ മാറിയിട്ട് അത്യാവശ്യം കാട് പോലെയുള്ള ഒരു ഭാഗത്തേക്ക് ഇവരെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരുടെ കയ്യിൽ ഒരു തരി പോലും ഭക്ഷണം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാടിന്റെ പല ഭാഗത്തുനിന്നും കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുക നോക്കുകയാണ്. ചെറിയ ചെറിയ പക്ഷികളുടെ മുട്ട, അതുപോലെ തന്നെ സ്മിത്ത് പോയിട്ട് കുറച്ച് മീനുകളെ പിടിക്കുന്നുണ്ട്. വാൽക്കയാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കാട്ടുപുഴുക്കളെ പിടിച്ച് തിന്നുകയാണ്. അതുപോലെ താൽക്കാലികമായിട്ട് ഇവർക്ക് വിശ്രമിക്കാനായിട്ട് ഒരു ഗുഹയും കിട്ടി കേട്ടോ. ഇപ്പൊ അവിടെ കിടക്കുകയാണ് തോമസും സൊറാനും. കാരണം ഈ യാത്രയിൽ അവർക്ക് എന്തോ ഒരു അസുഖം വന്നു. മറ്റൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. രാത്രിയായ സമയത്ത് ഇപ്പൊ മാത്യുവിന്റെ അടുത്തേക്ക് വാൽക്ക് വരുന്നുണ്ട്. വാൽക്ക് വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മരിക്കും. ഈ പുഴുക്കൾക്ക് പകരം നല്ല ഇറച്ചി തിന്നാലേ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാൽക്ക് നോക്കുന്നത് വയ്യാതെ കിടക്കുന്ന തോമസിനെയും സൊറാനെയാണ്. അതായത്
അവര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇറച്ചി കഴിക്കാമെന്നാണ് വാൽക്ക പറഞ്ഞത്. അത് മാത്യുവിന് മനസ്സിലായി. മാത്യു ഇപ്പോൾ വളരെ രൂക്ഷമായിട്ട് തന്നെ വാൽക്കയെ നോക്കുകയാണ്. അവനോട് ഇപ്പൊ എന്താ പറയാ? വിശപ്പ് കൊണ്ട് അവൻ എന്തൊക്കെയായി തോന്നുന്നത്? എന്തായാലും കുറച്ചു നേരം കിടന്നുറങ്ങുകയാണ്. അർദ്ധരാത്രിയായപ്പോൾ ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചെന്നായ്ക്കളാണത്. ചെന്നായ്ക്കളുടെ ശബ്ദം കേട്ട ആ ഒരു ഭാഗത്തേക്ക് എല്ലാവരും ചെന്ന് നോക്കിയപ്പോൾ ഒരു മാനിനെ ഇവറ്റകൾ കടിച്ചു കയറി കൊന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വേഗം അങ്ങോട്ടേക്ക് ഓടിയെത്തി ഈ ചെന്നായ്ക്കളെ അടിച്ചോടിപ്പിച്ച് മാനിന്റെ ആ അവശിഷ്ടം ഉണ്ടല്ലോ, ആ പച്ച ഇറച്ചി ആർത്തിയോട് കൂടിയിട്ട് ഇവരെല്ലാവരും കഴിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഒരു ഇത്തിരി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അന്ന് രാത്രി നന്നായിട്ട് തന്നെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടാണ് ഇവർക്കിനി കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ബേക്കൽ തടാകമാണ്. പക്ഷേ അത് എവിടെയാണെന്ന് ഇത്രയും നേരമായിട്ട് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാത്യു പറയാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് പോകേണ്ട ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് അവിടെ വിശ്രമിക്കാൻ പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് യാത്രയാവുകയാണ് കേട്ടോ. എന്നാൽ വഴി അറിയാതെ 2 ദിവസം ആ കാട്ടിലും മലയിലും അവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. ചിലപ്പോഴൊക്കെ അവന്റെ വീടിന്റെ ആ ഒരു വാതിൽ അവന്റെ തൊട്ടു മുന്നിലായിട്ട് നിൽക്കുന്നത് പോലെ അവന് ഹാലൂസിനേഷൻ എഫക്ട് തന്നെ വരികയാണ്. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ ഗുഹയിലേക്ക് മാത്യു തിരിച്ചു വരികയാണ്. അവിടെ എത്തിയപ്പോഴേക്കും അവൻ കുഴഞ്ഞു വീഴുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും വന്ന് അവനെ പിടിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ആ സന്തോഷ വാർത്ത അവൻ പറയാണ്, ബേക്കൽ തടാകം അത് അവൻ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അന്ന് രാത്രി അവർ വിശ്രമിച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ ആ തടാകം ലക്ഷ്യമാക്കി നടക്കുകയാണ്. കുറെ നേരം ആ ഒരു കാട്ടിലൂടെ നടന്ന് അവസാനം ആ ഒരു തടാകത്തിനരികിലേക്ക് അവർ എത്താനായിട്ടുണ്ട്. എന്നാൽ ആ സമയത്താണ് സ്മിത്ത് പറയുന്നത്, നമ്മൾ ആരും ഫോളോ ചെയ്യുന്നുണ്ട്. മാത്യുവും പറയുന്നുണ്ട്, ശരിയാണ്, നമ്മൾ ആരും ഫോളോ ചെയ്യുന്നുണ്ട്. അവൻ പിന്നീട് കുറച്ച് പിറകിലേക്ക് പോയി നോക്കിയപ്പോൾ അതൊരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയോട് മാത്യു സംസാരിക്കുന്നുണ്ട്. പിന്നീട് മാത്യു വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, ആ ഒരു പെൺകുട്ടി കുറച്ചു നേരമായിട്ട് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്, അവൾ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് നമ്മുടെ കൂടെ കൂടിക്കോട്ടെ എന്നാ ചോദിക്കുന്നത്. അവൾ വരുന്നത് പോളണ്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ റഷ്യക്കാരാണോ എന്ന് ഭയന്നിട്ടാണ് ഇത്രയും നേരം നമ്മുടെ അരികിലേക്ക് അവൾ വരാതിരുന്നത്. എന്നാൽ ഇത് കേട്ട സമയത്ത് വോസ് പറയണ, ആ കുഴപ്പമില്ല, അവൾ കൂടെ വന്നോട്ടെ. എന്നാൽ ബാക്കിയുള്ളവർ പറയുന്നത്, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം തന്നെ കയ്യിലില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ യാത്രയുടെ വേഗത കുറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവളെ കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ആ കാട്ടിൽ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഇവർ പോവുകയാണ്. അങ്ങനെ അവസാനം അവർ ആ ഒരു തടാകത്തിന് അരികിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്താണ് അവിടുത്തെ ചെളിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മാനിനെ ഇവർ കാണുന്നത്. ഇവർ ഓടിച്ചെന്ന് ആ ഒരു മാനിനെ കൊന്നുകളയാണ്. പിന്നീട് അധികം ആരും വരാത്ത കാടിന്റെ ഒരു ഭാഗത്തേക്ക് ആ ഒരു മാനിനെ കൊണ്ടുപോയിട്ട് അവർ പാചകം ചെയ്യാണ്. അപ്പോഴേക്കും രാത്രിയായിട്ടുണ്ട്. ഈ സമയത്ത് വോസ് ഉണ്ടല്ലോ, ഇയാൾ കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞ് വോസ് വരുന്ന സമയത്ത് അയാളുടെ കൂടെ ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിലല്ലേ അവളെ കൂട്ടാതിരുന്നത്. ഇപ്പൊ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടല്ലോ. വോസിന് ആ ഒരു പെൺകുട്ടിയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ അവൾക്ക് ആ ഒരു ഭക്ഷണത്തിന്റെ ഒരു വിഹിതം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രി എല്ലാവരും വിശ്രമിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപാട് എല്ലാവരും അവരവരുടെ വസ്ത്രങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ്. താടിയെല്ലാം ഷേവ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നല്ലേ, ഈ നദി മുറിച്ചു കടന്ന് ഇനി അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൾപ്പാർപ്പുള്ള ഏരിയ ആണ്. അപ്പൊ അതിലൂടെ ഇതുപോലെ ഈ കോലത്തിൽ പോയി കഴിഞ്ഞാൽ ജയിൽ ചാടിയതാണെന്ന് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആളുകൾ തന്നെ ഇവരെ കൊന്നുകളയും. അങ്ങനെ എല്ലാവരും കുളിച്ച് നല്ല വൃത്തിയായിട്ട് ആ നദി നീന്തി കടക്കാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്താണ് ആ പെൺകുട്ടി, അവളുടെ പേര് എലീന എന്നാട്ടോ, അവൾ ഒരു കാര്യം ചെയ്തത്. നദിയുടെ ഒരു ഭാഗത്തായിട്ട് ഐസ് പാളികൾ ഉണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അതിന്റെ മുകളിലൂടെ ഓടുന്നുണ്ട്. പല തവണ അവൾ തെന്നി വീഴുന്നുണ്ടെങ്കിലും എഴുന്നേറ്റ് പിന്നെ ഓടുകയാണ്. ഇത് കണ്ട സമയത്ത് അവളുടെ പിന്നാലെ വാൽക്കി ഓടുകയാണ്. ബാക്കിയുള്ളവരും വരുന്നുണ്ട്. അതായത് ഈ ഒരു തടാകം ഇത് നീന്തി അപ്പുറത്തേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഇങ്ങനെ പോകുന്നത്. ഏറ്റവും പിന്നിൽ വന്ന നമ്മുടെ മാത്യു അവിടെ തെന്നി വീണെങ്കിലും അവസാനം അവനും അക്കരെ എത്തുകയാണ് കേട്ടോ. വലിയ കഷ്ടപ്പാടില്ലാതെ ആ ഒരു തടാകം ഇവർക്കിപ്പോ കടക്കാൻ കഴിഞ്ഞു. പിന്നീട് ആ കാട്ടിലൂടെ വീണ്ടും അവർ നടക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് എലീന എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആവുകയാണ്. ആ ഒരു നേരത്ത് സ്മിത്തിനോട് അവളുടെ ഓരോ കഥകൾ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അവൾ പറയുന്ന ആ ഒരു കാര്യങ്ങൾ പച്ച കള്ളമാണെന്ന് മനസ്സിലായ സ്മിത്ത് അവളോട് പറയാണ്, മേലാൽ ഈ യാത്രയിൽ എന്നോട് നീ നുണ പറഞ്ഞു പോകരുത്. ഒരുപാട് കള്ളങ്ങൾ നീ പറയുന്നുണ്ട്, നീ എന്തൊക്കെയോ മറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്, അതെന്തോ ആയിക്കോട്ടെ, ഇനി നുണ പറയാൻ നിൽക്കരുത് എന്ന് പറയണം. കുറച്ചു നേരം എലീന ഒന്നും മിണ്ടിയില്ല കേട്ടോ. അങ്ങനെ അവർ നടന്ന് ആൾപ്പാർപ്പുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തി. എന്നാൽ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവർക്ക് പേടിയാവാം. കാരണം ആളുകൾ കണ്ടാൽ അവർ എങ്ങനെയാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൾപ്പാർപ്പുള്ള ഏരിയയിൽ നിന്ന് മാറി ആ തോട്ടത്തിലൂടെ പോവാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ തിരിച്ചു നടന്നു വരുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വാൽക്കയെ കാണാനില്ല. അവൻ എവിടെ പോയി? അധിക നേരം അവന് കാത്തു നിൽക്കാനും കഴിയില്ല. കുറച്ചു നേരം നോക്കിയിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവര് പോകാൻ നിൽക്കുമ്പോൾ ഈ വാൽക്കയുണ്ട് ഓടി വരുന്നത്. അവന്റെ കയ്യിൽ ഒരു കുപ്പി വോഡ്കയും അതുപോലെ തന്നെ കുറച്ചധികം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ അങ്ങോട്ടേക്ക് ഇത് മോഷ്ടിക്കാനായിട്ട് പോയതായിരുന്നു. പിന്നീട് ആ ഒരു ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ട് കാടിന്റെ കുറച്ചുകൂടെ ഉൾഭാഗത്തേക്ക് അവർ പോയിട്ട് അത് നന്നായിട്ട് പാകം ചെയ്ത് കഴിക്കുകയാണ്. മാത്രമല്ല ആ വോഡ്കയും അവർ കുടിക്കുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്ര രസമുള്ള ഭക്ഷണവും ആ മദ്യവും അവർ കുടിക്കുന്നത്. ഓരോ ആൾക്കാരും അവരുടേതായ ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മുടെ എലൈനയും അവളുടെ കഥ പറയാണ്. അവളുടെ അച്ഛനും അമ്മയും റഷ്യയിലേക്ക് പോയി. അവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. എന്നാൽ എന്തോ ഒരു പിഴവ് കാരണം അവർ ചാരന്മാരാണെന്ന് മുദ്രകുത്തി അവളുടെ അച്ഛനും അമ്മയും കൊന്നു കളഞ്ഞു. മാത്രമല്ല അവർ രണ്ടുപേരെയും, അതായത് എലീനയുടെയും അവളുടെ സഹോദരനെയും ഒരു ഓർഫനേജിലാക്കി. അവിടെ വെച്ച് അവളുടെ സഹോദരൻ മരിച്ചുപോയി. ഒറ്റയ്ക്കായി അവള് ആ ഒരു ഓർഫനേജ് വിട്ട് പുറത്തിറങ്ങി. അങ്ങനെയാണ് അവൾ ഈ ഒരു കാട്ടിലേക്ക് എത്തിയത്. അവളുടെ പാരന്റ്സ് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്ന് ഇവരറിഞ്ഞാൽ ഇവർക്ക് അവളോട് ദേഷ്യം തോന്നും
കൊന്നു എന്ന് വിചാരിച്ചാണ് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. എന്നാൽ അവർക്കതൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നീട് ഇവർ നേരെ മംഗോളിയ ലക്ഷ്യമാക്കി നടക്കാൻ ആരംഭിക്കുകയാണ്. കുറച്ചു ദൂരം അവർ നടന്നത് ഒരു നദിയുടെ കരയിലൂടെയായിരുന്നു. എന്നാൽ ആ സമയത്ത് എവിടുന്നാന്നറിയില്ല ഒരുപാട് കൊതുകുകൾ ഇവരെ വന്ന് കടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അസഹനീയമായ വേദനയും ചൊറിച്ചിലും. അവസാനം അവർക്ക് തോന്നുകയാണ് മരിച്ചാ മതിയായിരുന്നു എന്ന്. ഈ സമയത്താണ് ആ നാട്ടുകാരിൽ ചിലർ അതിലൂടെ പോകുന്നത്. അവരെ ആരെയും ആ ഒരു കൊതുക് അടിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് സൊറാൻ ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആ കൂട്ടത്തിലെ ഒരാളോട് അവൻ കുറച്ചേരം സംസാരിച്ചപ്പോൾ അവന്റെ കഴുത്തിൽ എന്തോ ഒരു തൊലിയുടെ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്, ഒരു മാല പോലെ. ആ സാധനവുമായിട്ട് സൊറാൻ ചിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരികയാണ്. അതായത് അവൻ പറയണത് ഈ മരത്തിന്റെ തൊലി ഉണ്ടല്ലോ, ഇത് നമ്മുടെ ദേഹത്തുണ്ടെങ്കിൽ കൊതുകുകൾ നമ്മളെ കടിക്കില്ല എന്ന് പറയണം. അങ്ങനെ ആ ഒരു മരത്തിന്റെ തൊലി എല്ലാവരും ദേഹത്ത് വെക്കുകയാണ്. അതോടുകൂടിയിട്ട് പിന്നീട് കൊതുക് അവരുടെ അടുത്തേക്ക് വരാതെയായി. അങ്ങനെ വീണ്ടും അവർ മുന്നോട്ടേക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ യാത്ര ചെയ്യാൻ ആരംഭിക്കുകയാണ്. ആ സമയത്തെല്ലാം എലീന എല്ലാവരോടും ഓടി നടന്ന് സംസാരിക്കാൻ കേട്ടോ. എല്ലാവർക്കും അവൾ ഭയങ്കര പ്രിയപ്പെട്ടവളാവുകയാണ്. കാരണം അവളുടെ പെരുമാറ്റം അങ്ങനെയാണ്. അതിനിടയിൽ നമ്മുടെ സ്മിത്ത് ഉണ്ടല്ലോ, അവൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവന്റെ മകനെ സോവിയറ്റ് യൂണിയനിലെ ഈ കമ്മ്യൂണിസ്റ്റുകാർ വെടിവെച്ച് കൊന്ന ആ ഒരു കാര്യങ്ങളൊക്കെ മാത്യുവിനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എലീനയെ ഇവരുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വോസ് അയാളൊരു പ്രീസ്റ്റ് ആണ് എന്നുള്ള കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ആർക്കെങ്കിലൊക്കെ പരിക്കൊക്കെ പറ്റിയാൽ അവരെ നന്നായിട്ട് ശുശ്രൂഷിക്കുകയും ചെയ്യും കേട്ടോ എലീന. അതുകൊണ്ടൊക്കെ തന്നെയാണ് എലീനയെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അങ്ങനെ വീണ്ടും ഒരുപാടധികം ദിവസങ്ങൾ നടന്ന് അവർ മംഗോളിയൻ ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ബോർഡറിന്റെ അപ്പുറത്തേക്ക് കടന്നു. എന്നാൽ വാൽക്ക മാത്രം ഇപ്പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പൊ നീ എന്താ കൂടെ വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ വാൽക്ക പറയാണ്, എനിക്ക് ആ ഒരു ജയിൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. റഷ്യ വിട്ട് പുറത്തേക്ക് പോകാൻ എനിക്ക് പ്ലാനൊന്നുമില്ല. ഞാൻ എന്റെ നാട്ടിൽ തന്നെ നിന്നോളാം എന്ന് പറയണം. അവനൊരു രാഷ്ട്രീയ തടവുകാരനല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. അങ്ങനെ വാൽക്കയോട് യാത്ര പറഞ്ഞ് ബാക്കിയുള്ള എല്ലാവരും പോവാണ് കേട്ടോ. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് കാടുകളായിരുന്നില്ല, അതിന് പകരം വരണ്ട ഭൂമിയായിരുന്നു. പക്ഷേ മരുഭൂമി ആയിട്ടുമില്ല. അങ്ങനെ ആ വരണ്ട ഭൂമിയിലൂടെ അവർ നടന്ന് വലിയൊരു ഗേറ്റിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ ആ ഗേറ്റ് കണ്ടപാട് തന്നെ ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് ഓടി എത്തുകയാണ്. എന്നാൽ അവിടെ കണ്ട ഒരു കാര്യം അത് ഇവരെ ഞെട്ടിച്ചു കളയാണ്. ആ കവാടത്തിൽ മംഗോളിയൻ ഭരണാധികാരിയും അയാളുടെ കൂടെ തന്നെ നിൽക്കുന്ന സ്റ്റാലിന്റെയും ഫോട്ടോ കണ്ട് ഇവർ ഞെട്ടിപ്പോവാണ്. അതായത് ഈ മംഗോളിയയും ഇപ്പൊ സോവിയറ്റ് യൂണിയന്റെ അധീനത്തിലാണ്. അതായത് ഈ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്നതും അപകടം പിടിച്ച കാര്യമാണെന്ന് ഇവർക്ക് മനസ്സിലായി. എന്നാൽ തിരിച്ചു പോകാൻ പറ്റുമോ? ഇല്ല, ഒരു കാരണവശാലും പറ്റില്ല. മുന്നോട്ടേക്ക് തന്നെ നടക്കണം. മുന്നോട്ടേക്ക് പോയാൽ മരുഭൂമിയാണ്. അതിന്റെ ഒരു ദിശയിലേക്ക് സഞ്ചരിച്ചാൽ ചൈനയിലേക്ക് എത്താൻ കഴിയും. എന്നാൽ ചൈനയിൽ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയതുകൊണ്ട് യാതൊരു കാര്യമല്ല. നേരെ ടിബറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവിടെയും കൺട്രോൾ ചെയ്യുന്നത് സോവിയറ്റ് യൂണിയൻ ആണെങ്കിലോ? ഈ സമയത്ത് മാത്യു പറയാണ്, അതല്ലാതെ നമുക്ക് മറ്റൊരു വഴിയില്ല. ടിബറ്റിലേക്ക് പോയി അതിനുശേഷം നമുക്ക് നേരെ ഇന്ത്യയിലേക്ക് പോവാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പട്ടാളക്കാരുണ്ടാവുമല്ലോ, അവരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റും. പക്ഷേ ആ യാത്രയിൽ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ അത് ഹിമാലയമാണെന്ന് പറയാണ്. ഹിമാലയം കടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പ്രതിസന്ധി നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ഇവരത് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്ത് കുതിരപ്പുറത്ത് കുറച്ച് മംഗോളിയക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെ കണ്ട പാടിനെ സൊറാൻ ഓടാൻ നോക്കിയപ്പോൾ മാത്യു അവനെ പിടിച്ചു വെക്കുകയാണ്. നിൽക്കവിടെ, അവർ വന്നാൽ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാന്ന് പറയണം. അങ്ങനെ മംഗോളിയക്കാർ അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയുന്നത് സ്മിത്താണ്. സ്മിത്ത് പറയുന്നത് നമ്മളെല്ലാവരും സന്യസിക്കാനായിട്ട് ടിബറ്റിലേക്ക് പോവുകയാണ്. അതുപോലെ ആ ഒരു പെൺകുട്ടി ആരാണ്, ഭാര്യയാണോ എന്ന് ചോദിച്ചപ്പോൾ അവളെ ചേർത്ത് പിടിച്ച് സ്മിത്ത് പറയണം, അല്ല ഇതെന്റെ മകളാണെന്ന് പറയാണ്. പിന്നെ അവരെല്ലാവരും ഒന്ന് അട്ടുമുടിയൊന്ന് നോക്കിയിട്ട് ഈ മംഗോളിയക്കാർ ഇവിടുന്ന് പോകുന്നുണ്ട്. അവരൊന്നും ചെയ്തില്ലല്ലോ എന്ന ആശ്വാസത്തിൽ ഇവർ മുന്നോട്ടേക്ക് പോവാണ്. ആ സമയത്താണ് ഒരു കുട്ടി ഒരു തുകൽ സഞ്ചിയിലെ കുറച്ച് വെള്ളവുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. നേരത്തെ വന്നവരാണ് ഈ കുട്ടി അയച്ചത് എന്ന് ഇവർക്ക് മനസ്സിലായി. എന്തായാലും കുട്ടി കൊടുത്ത ആ ഒരു വെള്ളവുമായിട്ട് ഇവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് കേട്ടോ. പക്ഷേ ഇനിയാണ് കഠിനമായ ചൂടും കൊടും മരുഭൂമിയും വരാൻ പോകുന്നത്. ആ യാത്രയിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു പോവാണ്. കയ്യിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ തീർന്നു. അതുപോലെ തന്നെ കയ്യിൽ കിട്ടുന്ന ഓന്ത്, അരണ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജീവികളെ കൊന്ന് അവർ സഞ്ചിയിൽ ഇട്ട് വെക്കുന്നുണ്ട്. കാരണം മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഭക്ഷണത്തിനായിട്ട് മറ്റൊന്നുമില്ല. വീണ്ടും അവർ മുന്നോട്ടേക്ക് നടക്കുകയാണ്. എന്നാൽ മരുഭൂമിയിലൂടെയുള്ള ഈ നടത്തം അവരെ വല്ലാതെ അവശരാക്കി കളയാണ്. ഈ സമയത്താണ് മരുഭൂമിയിൽ ഒരു കാര്യം ഇവർ കാണുന്നത്. അതായത് കുറെ മരങ്ങൾ നിൽക്കുന്നത് പോലെ ഇവർക്ക് തോന്നുന്നത്. ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ മാത്യു പറയണ അങ്ങോട്ടേക്ക് പോകരുത്, അത് നമ്മൾ പോവേണ്ട ദിശയല്ല. മാത്രമല്ല ആ കാണുന്നത് മരീചിക മാത്രമാണ്, മരങ്ങളൊന്നുമില്ല എന്ന് പറയാണ്. എന്നാൽ എല്ലാവർക്കും അറിയാം ചിലപ്പോൾ അത് മരീചിക ആയിരിക്കാം. എന്നാൽ ഇനി അവിടെ മരം ഉണ്ടെങ്കിലോ അവിടെ വെള്ളം ഉണ്ടെങ്കിലോ എന്ന പ്രതീക്ഷയിൽ മാത്യു പറയുന്നത് കേൾക്കാതെ ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് തന്നെ പോവാണ്. ആ സമയത്ത് കുറച്ച് പക്ഷികൾ അവിടെ നിന്നും പാറിപ്പോകുന്നത് ഇവർ കാണുകയാണ്. അത് കണ്ട സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം അതൊരു മരീചികയാണെങ്കിൽ അവിടുന്ന് പക്ഷികൾ പറന്നുയരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവിടെ എന്തുകൊണ്ട് അവരെല്ലാവരും ഓടി ചെന്ന് നോക്കിയപ്പോൾ ചെറിയൊരു വെള്ളക്കെട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആർത്തി തീരുവോളം ആ ഒരു വെള്ളം
വെള്ളം ഇവർ കുടിക്കുകയാണ്. ആരോഗ്യം തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാവരും ആ ഒരു മരത്തിന്റെ തണലിൽ കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും മതിയാവോളം വെള്ളം കുടിക്കുകയാണ്. നനഞ്ഞ തുണി മുഖത്തിട്ട് കുറച്ചേരം കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പിറ്റേന്നായപ്പോൾ മതിയാവോളം വെള്ളത്തിൽ നീരാടി കുളിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന പാത്രങ്ങളിലെല്ലാം വെള്ളം നിറച്ച് അവർ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. എന്നാൽ ഇത്രയും ദിവസം അവർ സഞ്ചരിച്ചത് പൂർണ്ണമായ മരുഭൂമിയിലൂടെ ആയിരുന്നില്ല. ഇനിയാണ് ശരിക്കുള്ള മരുഭൂമി തുടങ്ങുന്നത്. ചുറ്റും എവിടെ നോക്കിയാലും മണൽ കൂമ്പാരങ്ങൾ മാത്രം, മറ്റൊന്നുമില്ല. ഈ സമയത്താണ് അവരൊരു കാര്യം കണ്ട് ഞെട്ടിപ്പോകുന്നത്. മരുഭൂമിയിലെ ഏറ്റവും അപകടം പിടിച്ച കാര്യം അത് തന്നെ പൊടിക്കാറ്റ്. ഇവരെല്ലാവരും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഓടി ചെറിയൊരു ചെരുവിലേക്ക് ചാടി ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു പൊടിക്കാറ്റ് അങ്ങോട്ടേക്ക് വന്ന് അതിലിവർ പെട്ടുപോവാണ്. മാത്രമല്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ അവർക്ക് നഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ പൊടിക്കാറ്റെല്ലാം പോയി. രാത്രിയായി. ദാഹം കൊണ്ട് ഇവരെല്ലാവരും വലിയാണ്. അപ്പൊ ആ ഒരു സ്മിത്ത് മാത്യുവിനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് തിരിച്ചു പോയിട്ട് ആ ഒരു കിണറ്റിൽ നിന്ന് വീണ്ടും വെള്ളം കോരിയെടുത്താലോ എന്ന്. മാത്യു പറയാണ്, എവിടെ പോയിട്ട്? ആ സ്ഥലം ഇനി എവിടെയാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? മുന്നോട്ടേക്ക് പോവുകയല്ലാതെ മറ്റൊരു വഴിയില്ല. അങ്ങനെ ഇവര് വീണ്ടും മരുഭൂമിയിലൂടെ നടക്കാൻ ആരംഭിക്കുകയാണ്. കയ്യിൽ ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ. അങ്ങനെ ചുട്ടു പൊള്ളുന്ന ആ ഒരു മരുഭൂമിയിലൂടെ നടന്ന് എല്ലാവരും അവശരായി എന്ന് പറയാം. പ്രത്യേകിച്ച് എലീന. അവളുടെ കാലുകളൊക്കെ നീര് വന്ന് വണ്ണം വെച്ചിട്ടുണ്ട്. ഒരടി പോലും മുന്നോട്ടേക്ക് വെക്കാൻ കഴിയുന്നില്ല. അവൾ അവിടെ തളർന്ന് വീഴുകയാണ്. കാലിൽ ഷൂ പോലെ കെട്ടിവെച്ച ആ ഒരു തുണി ഇപ്പൊ അവരയക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എലീന ചാടി എഴുന്നേൽക്കാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നടന്നോളാം എന്ന് പറയാണ്. എന്തായാലും കയ്യിലുണ്ടായിരുന്ന ഒരു ഇച്ചിരി വെള്ളം ഒരു തുണിയിൽ നനച്ച് അവളുടെ വായിൽ വെച്ചു കൊടുക്കുകയാണ്. അവളുടെ മുഖമൊക്കെ ആകെ വരണ്ടു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എലീന വയ്യാഞ്ഞിട്ട് കൂടെ അവൾ എഴുന്നേറ്റ് നടക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ബോസ് അവളെ കൈകൊണ്ട് കോരി എടുക്കുകയാണ്. നീ ഇനി നടക്കണ്ട, നിന്നെ എടുത്ത് ഞാൻ നടന്നോളാന്ന് പറയാണ്. ബോസിന് അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാളാണ്. ഇപ്പൊ എലീന ബോസിനോട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കണം എന്ന്. അതൊന്നും കുഴപ്പമില്ല എന്ന് ബോസ് പറയണം. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ഇപ്പൊ എലീന ബോസിനോടൊരു കാര്യം പറയാണ്. ബോസെ, എന്നെ ഒന്ന് നിലത്ത് കിടത്തു. അങ്ങനെ ബോസ് അവളെ ആ ഒരു മണലിലേക്ക് കിടത്തുകയാണ്. അപ്പോഴേക്കും അവളുടെ മുഖമെല്ലാം വരണ്ട് വല്ലാത്തൊരു പരുവമായി മാറിയിട്ടുണ്ടായിരുന്നു. സംസാരിക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. ദയനീയമായ മുഖത്തോട് കൂടിയിട്ട് ഇപ്പൊ എലീന എല്ലാവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുകയാണ്. ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോവാണ്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വിഷമായ ഒരു നിമിഷമായിരുന്നത്. അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോകും. അവളുടെ ആ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ട് എല്ലാവരും കരയാണ്. അങ്ങനെ അവസാനം ആ മരുഭൂമിയിൽ അവളെ ഇവരെല്ലാവരും കൂടെ അടക്കം ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പോവാണ്. ഏറ്റവും അവസാനം പോയത് സ്മിത്ത് ആയിരുന്നു. കാരണം സ്മിത്ത് ആയിരുന്നു അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, ഒരു മകളെ പോലെ. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും മരുഭൂമിയുടെ ഒരു ഭാഗത്ത് വിശ്രമിക്കുകയാണ്. ആ സമയത്ത് തോമസ് വരച്ച ഓരോ ചിത്രങ്ങൾ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ മാത്യു ഉണ്ടായിരുന്നു, കസീക്ക് ഉണ്ടായിരുന്നു, എലേന ഉണ്ടായിരുന്നു. അവൻ വരച്ച ആ ഒരു ചിത്രത്തിനരികിൽ അവൻ പതിയെ ഇപ്പൊ കിടക്കുകയാണ്. പതിയെ ഉറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ബാക്കിയുള്ള 4 പേരും കണ്ണു തുറന്നു. പക്ഷേ തോമസ് കണ്ണ് തുറന്നില്ല. അവൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിറകണ്ണുകളുമായിട്ട് അവരുടെ സുഹൃത്തിനെ അവരവിടെ തന്നെ അടക്കം ചെയ്യാം. ഇനി ബാക്കിയുള്ളത് ഇവര് 4 പേരാണ്. മാത്യു, അതുപോലെ തന്നെ സ്മിത്ത്, സൊറാൻ, വോസ്. എന്നാൽ സ്മിത്തിനാണെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ ഒരടി പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. മാത്യു സ്മിത്തിനെ താങ്ങി പിടിച്ചാണ് നടക്കുന്നത്. അതുപോലെ ആ ഒരു മരുഭൂമിയിലൂടെ നടന്ന് അവസാനം ആ മരുഭൂമിയുടെ അറ്റം ഇവര് കണ്ടു കേട്ടോ. കുന്നുകളും മലകളും ഇതൊക്കെ കാണുന്നുണ്ട്. വേഗം പോയിട്ട് അവിടെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ നോക്കാന്ന് പറഞ്ഞിട്ട് സൊറാനും വോസും വേഗം പോവുകയാണ്. അവരുടെ പിറകാലെ പതിയെ മാത്യുവും അതുപോലെ തന്നെ സ്മിത്തും വരുന്നുണ്ട്. രാത്രിയായി. സൊറാനും വോസിന്റെ അടുത്തേക്ക് മാത്യു എത്തി. പക്ഷേ അവർക്ക് വെള്ളം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്ഷീണം കാരണം അവിടെ തന്നെ ഇവര് കിടന്ന് ഉറങ്ങിപ്പോവാണ്. പിറ്റേ ദിവസം രാവിലെയായി. കാലിൽ എന്തോ ഒരു അനക്കം പോലെ ഫീൽ ചെയ്തപ്പോൾ സൊറാൻ കണ്ണ് തുറന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ അതൊരു പാമ്പായിരുന്നു. എന്നാൽ ഭയക്കാതെ ആ പാമ്പ് എങ്ങോട്ടേക്കാണ് പോകുന്നത് അതിന്റെ പിന്നാലെ അവൻ പോവുകയാണ്. പെട്ടെന്നാണ് സൊറാന്റെ നിലവിളി ഇവർ കേൾക്കുന്നത്. അതായത് വെള്ളം കണ്ടു എന്ന്. ബാക്കിയുള്ള 2 പേരും എഴുന്നേറ്റ് ഓടുകയാണ്. അവിടെ പോയി അവർ ആ ഒരു വെള്ളം കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്മിത്തിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവനിക്കും ആ ഒരു വെള്ളം കൊടുക്കുകയാണ്. പക്ഷേ വെള്ളമാണോ എന്ന് ചോദിച്ചാൽ അതൊരു വെള്ളമൊന്നുമല്ല. നമ്മുടെ ഈ വയലിലൊക്കെ കാണുന്ന ചേറ് പോലത്തെ ഒരു ചളിവെള്ളമായിരുന്നു അത്. എന്നാൽ ദാഹം കാരണം അതൊന്നും നോക്കാതെ അവർ കുടിക്കുകയാണ്. മാത്രമല്ല ആ ഒരു പാമ്പ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നോക്കിയിട്ട് അതിനെ പിടിച്ച് തല്ലിക്കൊന്ന് അതിനെ ചുട്ടു തിന്നുകയാണ് ഇവർ. ആ സമയത്ത് മാത്യു ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അന്ന് വയ്യാതെ കിടന്ന തോമസിനെയും സൊറാനെയും അവര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇറച്ചി തിന്നാന്ന് വാൽക്ക പറഞ്ഞില്ലേ, ആ കാര്യം ഇപ്പൊ ഇവരോട് പറയാണ്. അപ്പൊ നമ്മുടെ സൊറാൻ ചോദിക്കുന്നുണ്ട്, അല്ല മാത്യൂസേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്റെ ഇറച്ചി കഴിക്കായിരുന്നു? അപ്പൊ മാത്യു പറയാണ്, പിന്നെ അല്ലാതെ, മനുഷ്യർച്ചയല്ലേ, വിശപ്പുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കഴിക്കുമെന്ന് ഒരു തമാശ പോലെ പറയാണ്. പിന്നീട് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ടേക്ക് അവർക്ക് പോകാൻ പറ്റി. പക്ഷെ അപ്പോഴേക്കും സ്മിത്ത് വല്ലാതെ അവശനായിട്ടുണ്ടായിരുന്നു. ഒട്ടും മുന്നോട്ടേക്ക് പോകാൻ കഴിയാതെ ആകെ തളർന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് സ്മിത്ത് മാത്യുവിനെ വിളിച്ചിട്ട് പറയാണ്, മാത്യു, എനിക്ക് നിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. നിന്റെ ഭാര്യ അവര് ഒരുപാട് ഉപദ്രവിച്ചല്ലേ, എന്നിട്ട് അവളെ കൊണ്ട് തന്നെ നിനക്കെതിരെ സാക്ഷി പറയിപ്പിച്ചല്ലേ. ഇതേ അവസ്ഥ തന്നെയാണ് എനിക്കും വന്നത്. നല്ലൊരു ലൈഫിന് വേണ്ടി എന്റെ മകനെയും കൂട്ടി ഞാൻ സോവിയറ്റ് യൂണിയനിലേക്ക് വന്നു. എന്നാൽ ഞാനൊരു ചാരനാണെന്ന് പറഞ്ഞിട്ട് അവരെന്നെ അറസ്റ്റ് ചെയ്തു. എനിക്കെതിരെ സാക്ഷി പറയാൻ വേണ്ടി എന്റെ മകനെ അവരൊരുപാട് ഉപദ്രവിച്ചു. പക്ഷെ അവൻ പറഞ്ഞില്ല. അവസാനം എന്റെ മോൻ മരിച്ചു പോടാ. അത് പറയുന്ന സമയത്ത് സ്മിത്തിന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു, കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. സ്വന്തം മകനെ കൊണ്ടുവന്ന് കൊലക്ക് കൊടുത്തവനാ ഞാൻ. അവൻ എന്നോട് ദയ കാണിച്ചതുകൊണ്ട് അവൻ മരിച്ചുപോയി. അതുപോലെ തന്നെ മാത്യു, നീ ഇപ്പൊ ഇവിടെ വെച്ച് എന്നോട് ദയ കാണിക്കണ്ട. എനിക്ക് നടക്കാൻ കഴിയില്ല. എന്നെ നോക്കി നിന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പോയി
പൊയ്ക്കോ എന്ന് പറയാണ്. ഇപ്പൊ മാത്യു ഒരു കാര്യം പറയുന്നുണ്ട്, സ്മിത്തെ ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ ഭാര്യ എനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞില്ലേ, എന്നാൽ അവൾ അവളുടെ ലൈഫ് മുഴുവൻ അതോർത്ത് വേദനിക്കുന്നുണ്ടാവും. എനിക്ക് എന്തായാലും അവളുടെ അടുത്തേക്ക് എത്തണം. അതുപോലെ നീ എന്തുകൊണ്ടാണ് എന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്? നീ വീണു പോയാലും ഞാൻ നിന്നെ നോക്കുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ടല്ലേ. ആ വിശ്വാസം എനിക്ക് തെറ്റിക്കാൻ കഴിയില്ല. സ്മിത്തെ നിങ്ങളെ കൂട്ടാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറയാണ്. അതായത് മാത്യൂസിന്റെ ആ ഒരു നന്മ അത് എത്രത്തോളാണെന്ന് സ്മിത്ത് അവിടുന്ന് മനസ്സിലാക്കി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉള്ള ആരോഗ്യം വെച്ച് സ്മിത്ത് എഴുന്നേറ്റ് ദിശയെല്ലാം നോക്കി അയാൾ തന്നെ മുന്നിൽ നടക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഓടി വന്ന മാത്യു ഇപ്പൊ സ്മിത്തിനെ താങ്ങുകയാണ്. കുറച്ചു ദൂരം കൂടെ അവർ മുന്നോട്ടേക്ക് പോയപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്നും ഐസ് ഉരുകി വരുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു വാട്ടറുള്ള നദി ഇവർ കാണുകയാണ്. ഓടിച്ചെന്ന് അതിലേക്ക് ചാടി ഇറങ്ങിയ മാത്യു കുറെ നേരം അതിൽ തന്നെ കിടക്കുകയാണ്. മതിയാവോളം വെള്ളം ഇവരെല്ലാവരും കുടിക്കുന്നുണ്ട്. അപ്പൊ കിട്ടിയ ആ ഒരു ഉഷാറിൽ ഇവരൊന്നുകൂടെ ആഞ്ഞു നടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ നടന്ന് അവസാനം അവരവിടെ എത്തി. ആ ലോകാത്ഭുതത്തിന്റെ മുന്നിൽ, ചൈന വൻമതിലിന്റെ മുന്നിൽ. ആ കാഴ്ച കുറച്ചു നേരം അവരങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് അതിന്റെ വിടവിലൂടെ അപ്പുറത്തേക്ക് കടന്ന് അവർ വീണ്ടും മലയും കുന്നും ഇതെല്ലാം താണ്ടി ടിബറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് അവിടെ കണ്ട ഒരാളോട് ലാസ എന്ന പ്രദേശത്തേക്ക് വഴി ചോദിച്ച് അവര് നേരെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ലാസയിലെത്തിയ ഇവരെ സ്വീകരിച്ചത് കുറച്ച് ബുദ്ധ സന്യാസിമാരായിരുന്നു. അവരോട് ഇവരുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിനുശേഷം ആ ബുദ്ധ സന്യാസികൾ ഇവർക്ക് കുടിക്കാനായിട്ട് നല്ല വെള്ളവും ചായയും അതുപോലെ തന്നെ ഭക്ഷണവും നൽകുകയാണ്. പിന്നീട് ഇന്ത്യയിലേക്ക് എങ്ങനെ പോകണം എന്നുള്ള വഴിയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള ബുദ്ധ സന്യാസി മഠത്തിൽ നിന്നും അവർക്കെല്ലാം സഹായം കിട്ടുന്നു പറയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ യാത്ര പോകാൻ പാടില്ല. പോകുന്ന വഴിയിലൊക്കെ നല്ല മഞ്ഞുവീഴ്ചയുണ്ട്. അതുകൊണ്ട് ഒരു 3 മാസം നിങ്ങൾ കാത്തിരിക്കണം. അതുവരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാന്ന് പറയാം. അതിനുള്ള സൗകര്യവും ഈ സന്യാസിമാര് ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവരുടെ ആ ഒരു റൂമിലേക്ക് എത്തിയ സമയത്ത് മാത്യു പറയാണ്, എനിക്ക് അത്രയും കാലം വെയിറ്റ് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നോ, ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോവുകയാണ്. ഇതേ കാര്യം തന്നെയാണ് സ്മിത്തും പറഞ്ഞത്. അതായത് ഞാൻ ഈ അങ്ങോട്ടേക്കില്ല, ഈ ബുദ്ധ സന്യാസിമാർ ഒരു കാര്യം പറഞ്ഞു, അതായത് ചൈനയിൽ അമേരിക്കൻ പട്ടാളക്കാരുണ്ട്, അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്, അവരുടെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ അമേരിക്കയിലേക്ക് പോയിക്കോളാം. അതുപോലെ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാത്യു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ അവനെ ഒറ്റയ്ക്കാക്കാനായിട്ട് സൊറാനും അതുപോലെ തന്നെ വേഴ്സും തയ്യാറായിരുന്നില്ല. അവന്റെ കൂടെ അവരും പോവുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ സന്യാസിമാർ പറഞ്ഞതുപോലെ നല്ല മഞ്ഞ് പെയ്യലുണ്ടായിരുന്നു, കൊടും തണുപ്പുമായിരുന്നു. എന്നാൽ പോകുന്ന വഴിയിലെ എല്ലാ ആശ്രമത്തിൽ നിന്നും ബുദ്ധ സന്യാസിമാർ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് എല്ലാ സഹായവും കിട്ടിയാട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് അതിലൂടെ നടന്ന് അവസാനം അവർ സിക്കിം എന്ന ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നല്ല മനുഷ്യർ ഇവരെ സന്തോഷത്തോടുകൂടി ചിരിച്ച് സ്വീകരിക്കുകയാണ് കേട്ടോ. അതുപോലെ അങ്ങോട്ടേക്ക് വന്നൊരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരാൻ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നോ? അതൊന്നും ഇല്ലാന്ന് പറയാണ്. അപ്പൊ ആ പോലീസുകാരൻ പറയണ, കുഴപ്പമൊന്നുമില്ല, വാ നിങ്ങൾക്ക് എല്ലാ സഹായം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവരിവരെ കൂട്ടിക്കൊണ്ടുപോകണം. മാത്രമല്ല ഇവരുടെ ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം എത്രയോ കിലോമീറ്റർ, 4000-ഓളം കിലോമീറ്റർ ആണ് ഇവർ നടന്നിരിക്കുന്നത്. വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയായിരുന്നു കേട്ടോ. അതായത് മാത്യു എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വേഗത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിയത്? കുറ്റബോധത്തിൽ ജീവിക്കുന്ന അവന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അടുത്തേക്ക് അവൻ എത്തിയെങ്കിലും അവന്റെ നാടായ പോളണ്ടിലേക്ക് അവന് പെട്ടെന്നൊന്നും എത്താൻ കഴിഞ്ഞില്ല. നീണ്ട 40 വർഷത്തിന് ശേഷമാണ് പിന്നീട് അവന് പോളണ്ടിലേക്ക് പോകാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും അവിടുത്തെ സോവിയറ്റ് യൂണിയൻ ഭരണമെല്ലാം ഇല്ലാതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മാത്യു അവന്റെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. ആ സമയത്ത് ആ വീട്ടിൽ അവന്റെ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീ ഉണ്ടല്ലോ, ജീവിതം മുഴുവൻ നീറി ജീവിക്കുകയായിരുന്നു. അവരുടെ അടുത്തേക്ക് ഇപ്പൊ മാത്യു എത്തി. രണ്ടുപേരെയും വാർദ്ധക്യം പിടികൂടിയിട്ടുണ്ട്. അവരുടെ യൗവനകാലത്തിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ശിഷ്ടകാലം അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് വെറും ഒരു കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. സ്ലവോമിർ റാവിസ് എന്നൊരു പോളിഷ് പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ ലോങ് വാക്ക്. അതിൽ നിന്നും ഇൻസ്പയർ ചെയ്തെടുത്ത ഒരു സിനിമയാണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാം. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പൊ ഇതുപോലെയുള്ള കഥകൾ വേണമെങ്കിൽ കമന്റ് ബോക്സിലൂടെ പറയാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.